ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫാമിലിയും നമ്മുടെ കസിൻസും എല്ലാവരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത് ഗോഗോലാൻഡിലോട്ട് പോകാമെന്നായിരുന്നു. അപ്പോൾ ഗോഗോലാൻഡിൽ പോകാൻ കുറേ പേർക്ക് താല്പര്യമില്ലായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് അവിടെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചാണ് ആദ്യം പോകാമെന്ന് കരുതിയെങ്കിലും അത് പിന്നെ ക്യാൻസൽ ചെയ്തത്. പിന്നെ തീരുമാനിച്ചത് പൊന്മുടിയിൽ പോകാമെന്നായിരുന്നു. പൊന്മുടിയിൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ എന്തോന്ന് ചെയ്യുക, അപ്പോൾ നല്ല മഴയായത് കാരണം പൊന്മുടി ക്ലോസ് ചെയ്തു. പിന്നെ നമ്മുടെ പ്ലാനും ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ പൊന്മുടിയിൽ പിന്നെ പോകാൻ പറ്റില്ലായിരുന്നു. എന്തായാലും പ്ലാൻ ചെയ്തില്ലേ, എവിടെയെങ്കിലും പോയാൽ മതിയെന്നായി. പിന്നെ നമ്മൾ തീരുമാനിച്ചത് കന്യാകുമാരിയിലോട്ട് പോകാമെന്നായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അതിനും താല്പര്യമില്ലായിരുന്നു. പിന്നെ വിചാരിച്ച് നമുക്ക് ഏതെങ്കിലും ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ 3 ബീച്ചിൽ പോകാമെന്നാണ് തീരുമാനിച്ചത്. എല്ലാവർക്കും സെറ്റായിരുന്നു. നമ്മളെ കസിനെല്ലാം ഭയങ്കര വൈബിലായിരുന്നു. ഡാൻസും പാട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് കളിയും. അയ്യോ, എന്തോ പറയാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ കളിക്കില്ല എന്ന് പറഞ്ഞ് മടിച്ചിരുന്നവരെ കളി. കസിൻസിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ എൻ്റെ ചേട്ടനും കൂടി കേട്ടോ. ആരും ചോദിക്കരുത് ഇതെന്തോ തരം ഡാൻസ് എന്നൊന്നും. പ്രത്യേകതരം സ്റ്റെപ്പുകളും പിന്നെ പ്രത്യേകതരം റിയാക്ഷനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആരും ചോദിക്കരുത്, ആർക്കും പറഞ്ഞു തരില്ല ഇതെന്തോ ഡാൻസ് ആണെന്നും എന്തോ തരം സ്റ്റെപ്പാണെന്നും. ഇതൊക്കെ വെറൈറ്റി സ്റ്റെപ്പുകളാണ്. ഇത് എൻ്റെ ചേട്ടന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും അസൂയപ്പെടരുതേ. ചേട്ടൻ്റെ ഒപ്പം കൂടെ കളിക്കാൻ കിട്ടിയ പേരാണെങ്കിൽ അതിനേക്കാളും വലിയ സ്റ്റെപ്പുകാരനാണ്. എനിക്കറിഞ്ഞത് എന്തോ സ്റ്റെപ്പാണ് ഇത് മാർഗം കളിയാണോ കൈകൊട്ടി കളിയാണോ എന്നും അറിഞ്ഞൂടാ. അവർക്ക് മാത്രമേ അറിയാവൂ. പാവപ്പെട്ട കടലിൽ മീനുകളെ കൊല്ലരുത്. അങ്ങനെ നമ്മൾ ലെമോർ ബീച്ച് കണ്ട്. പക്ഷെ നമുക്കത് കാണാൻ മാത്രമേ പറ്റുള്ളൂ. എന്ത് പറയാനാ, നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, കളിക്കാൻ പറ്റിയില്ല വെള്ളത്തിൽ. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ലെമോർ ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ തീരുമാനിച്ച് കാളികേശം വാട്ടർഫാൾസിൽ പോകാമെന്ന്. അവിടെ പോയി ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും കുളിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്തു. ഈ വാട്ടർഫാൾസിന് കൂടെ ചേർന്ന് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുത് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ ബീച്ചിനെക്കാളും എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ പൊന്മുടിയിൽ ഏകദേശം കല്ലാറ് പോലെയൊക്കെ ആയിരുന്നു കാണാനും. അവിടെ കളിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും കൂടെ തീരുമാനിച്ച കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കന്യാകുമാരിക്ക്. അങ്ങനെ എല്ലാവരും കൂടെ കന്യാകുമാരി. കന്യാകുമാരി എത്തിയത് നല്ല സമയത്തായിരുന്നു, വൈകുന്നേരമായിരുന്നു. പക്ഷേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രം കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് ചായയും കടിയൊക്കെ കഴിച്ച് ആ സമയം ആയപ്പം പിന്നെ സൺസെറ്റിന് സമയമായി. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് പിന്നെ അനാവശ്യത്തിനുമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് തിരികെ മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.
പോയാടി